അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരാൾ സ്വപ്നം കാണുക എന്നത് അത്യുന്നതവും അതിശ്രേഷ്ഠവുമായ ഒരു സംഗതി തന്നെയാണ്. അങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ കേവലം ഒരു സ്വപ്നത്തിൻ്റെ പേരിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ കരളിൻ്റെ കഷ്ണമായ പുത്രനെ അറുക്കാൻ തയ്യാറാകുമായിരുന്നില്ല. ഈ പരീക്ഷണത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിജയിച്ചത് ഒരു വലിയ ത്യാഗവും നേട്ടവുമായിട്ട് അള്ളാഹു എടുത്ത് പറയുകയും ചെയ്യുമായിരുന്നില്ല. അല്ലയോ ഇബ്രാഹിം, സ്വപ്ന ദർശനത്തെ താങ്കൾ സാക്ഷാത്കരിച്ചിരിക്കുന്നു എന്നാണല്ലോ അള്ളാഹു പറയുന്നത്. സ്വപ്നം എത്ര മഹത്തായ ഒരു പ്രക്രിയയാണ് എന്നും ആ സ്വപ്നത്തെക്കുറിച്ച് വിശകലനം ചെയ്യുന്ന വിജ്ഞാന ശാഖയായ സ്വപ്ന വ്യാഖ്യാന ശാസ്ത്രം എത്ര പ്രധാനപ്പെട്ട ഒരു വിജ്ഞാന ശാഖയാണ് എന്നും ഈ ഖുർആൻ വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സ്വപ്നവ്യാഖ്യാനം ഹസ്രത്ത് യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ ഒരു അമാനുഷികതയാണ് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ഒരു പ്രവാചകൻ്റെ അമാനുഷിക കൃത്യമായി പരിഗണിക്കപ്പെടുന്ന ഒരു കാര്യം വളരെ ഉന്നതവും ശ്രേഷ്ഠവുമായിരിക്കും എന്ന കാര്യത്തിൽ സംശയിക്കപ്പെടേണ്ടതേ ഇല്ല. ഹസ്രത്ത് അനസുബിനു മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി, നുബൂവത്തിൻ്റെ അഥവാ പ്രവാചകത്വത്തിൻ്റെ 46 ഭാഗങ്ങളിൽ ഒന്നാണ് സ്വപ്നം. മനുഷ്യൻ്റെ പൂർണ്ണതകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രവാചകത്വം. ആ പ്രവാചകത്വം കാരണമാണ് മനുഷ്യൻ മലക്കുകളേക്കാൾ ഉന്നതനായിത്തീരുന്നത്. ആ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവാചകത്വത്തിൻ്റെ ഒരു ഘടകമായ സ്വപ്നവും ആ സ്വപ്നത്തെക്കുറിച്ച് വിശകലനം ചെയ്യുന്ന സ്വപ്ന വ്യാഖ്യാന ശാസ്ത്രവും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഹസ്രത്ത് അബ്ദുല്ലാഹിബ്നു അബ്ബാസി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സ്വപ്നവും ഒരു തരം വഹിയ് ആണ്, അഥവാ ദിവ്യബോധനമാണ്. അതുമൂലം അള്ളാഹു തൻ്റെ ദാസന് വരാൻ പോകുന്ന നന്മയെയോ തിന്മയെയോ കാണിച്ചു കൊടുക്കുന്നു. അവൻ വഞ്ചിതനാകാതിരിക്കാനും അള്ളാഹുവിൻ്റെ നിയമവിധികളെക്കുറിച്ച് അശ്രദ്ധനാകാതിരിക്കാനും വേണ്ടിയാണത്. ഹസ്രത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രോഗബാധിതനായിട്ട് കിടന്നപ്പോൾ വന്യരായ സ്വഹാബികൾ അദ്ദേഹത്തിൻ്റെ അരികത്ത് വന്നിട്ട് ദുഃഖിതരായിക്കൊണ്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ ദൂതരെ, അങ്ങ് ഞങ്ങൾക്ക് സൽപ്രവൃത്തികളെക്കുറിച്ച് നിരന്തരം പറഞ്ഞു തരുന്നു. അങ്ങയുടെ അവധി ആസന്നമായിട്ടുണ്ടെങ്കിൽ ആരാണ് ഞങ്ങൾക്കിനി ആ കാര്യങ്ങൾ പറഞ്ഞു തരിക? ഭൗതികവും മതപരവുമായ കാര്യങ്ങളുടെ ഗുണവും ദോഷവും എങ്ങനെ ഞങ്ങൾ മനസ്സിലാക്കും? ഇത് കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എൻ്റെ മരണശേഷം വഹിയ് അഥവാ ദിവ്യബോധനം നിലയ്ക്കും, എന്നാൽ മുബശ്ശിറാത്ത് നിലയ്ക്കുകയില്ല, അഥവാ സുവിശേഷം അറിയിക്കുന്നവ നിലയ്ക്കുകയില്ല. സ്വഹാബാക്കൾ ചോദിച്ചു, എന്താണ് മുബശ്ശിറാത്ത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സദ്വൃത്തനായ മനുഷ്യൻ കാണുന്ന നല്ല സ്വപ്നങ്ങൾ, അതാണ് മുബശ്ശിറാത്ത്. അതുകൊണ്ട് സ്വപ്നം എന്ന് പറയുന്നത് നുബൂവത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഒന്നാണെന്നും സ്വപ്നം ഒരിക്കലും നിസാരമായിട്ട് തള്ളേണ്ട ഒന്നല്ലെന്നും ഈ കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഹസ്രത്ത് അബൂ സഈദിൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ സ്വഹാബത്തിനോട് പറയുന്നത് ഞാൻ കേൾക്കുകയുണ്ടായി, നിങ്ങളിൽ ആരെങ്കിലും നല്ല സ്വപ്നം കണ്ടാൽ അയാൾ അള്ളാഹുവിനോട് നന്ദി പറയുകയും തൻ്റെ സുഹൃത്തുക്കളോടും സഹോദരന്മാരോടും ആ സ്വപ്നത്തെക്കുറിച്ച് പറയുകയും വേണം. ഒരു ചീത്ത സ്വപ്നമാണ് നിങ്ങളിൽ ആരെങ്കിലും കണ്ടത് എങ്കിൽ ആ കണ്ടയാൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, അഥവാ ശപിക്കപ്പെട്ട പിശാച്ചിൽ നിന്ന് അള്ളാഹുവിനോട് ഞാൻ രക്ഷ തേടുന്നു എന്ന് പറയണം. മാത്രമല്ല ആ സ്വപ്ന വൃത്താന്തം ആരോടും പറയുകയും അരുത്. അങ്ങനെ ആ സ്വപ്നത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറഞ്ഞാൽ അതുകൊണ്ട് എന്തെങ്കിലും ദോഷമോ ആഘാതമോ ഉണ്ടായേക്കാം. ഇനി ഒരാൾ സ്വപ്നത്തിൽ കണ്ടത് അത്ര അനിവാര്യമല്ലാത്തതോ വളരെ നിസ്സാരമായതോ ആയ എന്തെങ്കിലും കാര്യമാണ് സ്വപ്നത്തിൽ കണ്ടത് എങ്കിൽ അത് അത്ര ഗൗരവത്തിൽ എടുക്കേണ്ടതില്ല എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്.